സ്വർഗത്തിലേക്ക് പോകാൻ നല്ല എളുപ്പമാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല വിളിച്ചിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്ന ഒരു പ്രഖ്യാപനത്തെ പറ്റി ഹദീസിൽ പറയുന്നു. അപ്പോഴാണ് മഹ്ശറിൽ വെച്ച് ചെറിയ കുട്ടികൾ പോലും, ചെറിയ കുട്ടികൾ 4-5 വയസ്സായ കുട്ടികളൊക്കെ നരബാധിച്ചു പോകുന്ന രംഗമാണ് മഹ്ശറിൽ വെച്ച്. സ്വഹാബത്ത് ആ ഒരു ഹദീസ് കേട്ടിട്ട് രാത്രി മുഴുവനും കലങ്ങിയ കണ്ണുമായി നിന്നിട്ടുണ്ട്, ഉറക്കം വരാതെ. ആദം നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കുള്ള ആളുകളെയും സ്വർഗത്തിലേക്കുള്ള ആളുകളെയും ഒന്ന് മാറ്റി വെക്കണം, മാറ്റി നിർത്തണം. ആ സമയത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും, അല്ലാഹുവേ എത്രയാണ് കണക്ക്? മിൻ കുല്ലി അൽഫിൻ തിസ്അതൻ വതിസ്ഈന വതിസ്അമിആ ഇലന്നാർ. ഓരോ 1000-ൽ നിന്നും 999 നരകത്തിലേക്ക് മാറ്റി നിർത്തൂ. ഒരാള് സ്വർഗത്തിലേക്ക് മാറ്റി നിർത്തൂ. 1000 പേര് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിൽ പോകുന്നതൊരു മെമ്പറാണ്. 10,000 പേര് നരകത്തിൽ പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്നത് 10 എണ്ണമാണ്. 1,00,000 ആള് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലെത്തുന്നത് 100 എണ്ണമാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ കുറവും നരകത്തിലേക്ക് പോകുന്നതിന്റെ ആധിക്യവും ഒന്ന് ആലോചിക്കണേ. സ്വഹാബത്ത് മുഴുവനും പേടിച്ചു പോയ ഹദീസാണ്. അവരൊക്കെ മുത്തുനബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അയ്യുനാ ദാലികൽ വാഹിദു യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ ആ ഒരാള് ആരാണ് നബിയേ? 1000-ൽ നിന്നൊരാള്, പിന്നെ 1000-ൽ നിന്നൊരാള്, പിന്നെ 1000-ൽ നിന്നൊരാള് എന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് നബിയേ? പക്ഷേ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ നല്ലൊരു ശതമാനം ആളുകളും നിങ്ങളാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്കതൊരു പ്രതീക്ഷയുള്ള വാക്കുകളാണ്. സാധുക്കളായ നമ്മളോ അല്ലാഹുവിനോട് ചോദിക്കുക, അവന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുക, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സംഘങ്ങളായിട്ട് നല്ലവരെയും ചീത്തവരെയും മാറ്റി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം